നമസ്കാരം, ഈവനിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ദീപാവലി ആഘോഷ ചടങ്ങിനിടെ മദ്യവും മാംസവും വിളമ്പിയതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മാപ്പ് പറഞ്ഞു. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വന്ന പിഴവാണെന്നും ഇനി അത് ആവർത്തിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ലണ്ടനിൽ ലേബർ സർക്കാരിന്റെ നികുതി വേട്ടയ്ക്കെതിരെ ജനരോഷം ഉയരുമ്പോഴും സർക്കാർ ഖജനാവിലേക്ക് പണം കണ്ടെത്താൻ പുതിയ നികുതികൾക്കായി ആലോചിക്കുകയാണ് ലണ്ടൻ മേയറും. ഇതിനോടകം തന്നെ വിനോദസഞ്ചാര നികുതി പ്രാബല്യത്തിൽ വരുത്തിയ മാഞ്ചസ്റ്റർ, ലിവർപൂൾ നഗരങ്ങളിലെ സാഹചര്യം വിശദമായി പഠനവിധേയമാക്കിയതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ചില പുതിയ കരാറുകൾക്ക് അടുത്ത വർഷം മുതൽ ടാക്സ് ഇനത്തിൽ 5490 പൗണ്ടോളം അടയ്ക്കേണ്ടതായി വരും. ചാൻസലർ റേച്ചൽ റീവ്സിന്റെ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി വർധനവ് പ്രാബല്യത്തിൽ വരും എന്നതിനാലാണ് ഇത്. പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ ടാക്സിലായിരിക്കും വർധനവുണ്ടാവുക. ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സീറോ എമിഷൻ ഇലക്ട്രിക് വാഹനങ്ങളുടെയും മറ്റുള്ളവയുടെയും നികുതികൾ തമ്മിലുള്ള അന്തരത്തിൽ വലിയ വ്യത്യാസം വരുത്തിയിട്ടുമുണ്ട്. ലണ്ടനിൽ കാർ ഇൻഷുറൻസ് തുക കുറയ്ക്കാൻ ചില കാർ ഉടമകൾ സ്വീകരിക്കുന്ന വളഞ്ഞ വഴികൾ ഒഴിവാക്കണമെന്ന് മണി സേവിംഗ്സ് എക്സ്പെർട്ട് മാർട്ടിൻ ലൂയിസ് ആവശ്യപ്പെട്ടു. കാറിന്റെ ഇൻഷുറൻസ് തുക കുറയ്ക്കുവാൻ സാധാരണയായി മാതാപിതാക്കളെയോ പ്രായമായ ബന്ധുക്കളെയോ കാറിന്റെ പ്രാഥമിക ഡ്രൈവറായി പേര് ചേർക്കുന്ന ഫ്രോണ്ടിംഗ് എന്ന പ്രവണതയ്ക്ക് എതിരെയാണ് മാർട്ടിൻ ലൂയിസിന്റെ മുന്നറിയിപ്പ്. ലണ്ടനിൽ വാടകക്കാരെ പുറത്താക്കാനുള്ള നിയമം മാറുമെന്ന് ഉറപ്പായതോടെ പലയിടങ്ങളിലും വീട്ടുടമകൾ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന തത്രപ്പാടിലാണ്. വാടക നിയമത്തിൽ വാടകക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 21 മാറ്റുവാനാണ് ലേബർ സർക്കാർ തുനിയുന്നത്. പണം ലാഭിക്കുന്നതിനായി മാലിന്യ ശേഖരണം മാസത്തിൽ ഒരു തവണയായി വെട്ടിച്ചുരുക്കുന്നതിനുള്ള പദ്ധതി പരസ്യമായതോടെ ബ്രിസ്റ്റോൾ കൗൺസിൽ കടുത്ത ജനരോഷം നേരിടുകയാണ്. മാലിന്യ ശേഖരണത്തിന്റെയും സംസ്കരണത്തിന്റെയും ചെലവ് പ്രതിവർഷം 9 മില്യൺ പൗണ്ട് വരെ ആയതോടെ ഈ മേഖലയിൽ ചെലവ് ചുരുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഗ്രീൻ പാർട്ടി ഭരിക്കുന്ന കൗൺസിൽ പറയുന്നത്. അതിന്റെ ഭാഗമായി 2 ആഴ്ച കൂടുമ്പോൾ മാലിന്യം ശേഖരിക്കുന്നത് മാറ്റി മാസത്തിൽ ഒരിക്കൽ മാത്രമാക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബാഗ് പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അമരാവതിയിലെത്തിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ബാഗ് പരിശോധിച്ചത്. ഇത് ബിജെപിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള വാക്പോരിനും കാരണമായി. തലസ്ഥാനത്ത് അനധികൃത കുടിയേറ്റക്കാർ കൂടുന്നതിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ച ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. ഡൽഹിയിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. പാലക്കാട് പള്ളത്തേരിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ കടം എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാനാകില്ലെന്ന് റിസർവ് ബാങ്ക്. മൊറട്ടോറിയമോ ബാധ്യതകളുടെ പുനർക്രമീകരണമോ ആണ് നിലവിൽ സാധ്യമായ വഴി. ഇക്കാര്യത്തിൽ അതത് ബാങ്കുകൾക്ക് ആവശ്യമായ തീരുമാനമെടുക്കാം. ഈവനിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.